Let us learn commerce. Please like, share and subscribe. Hi all, welcome to a new session of investment management. Here we are going to discuss a new topic, that is bond price volatility. The bond price volatility expresses the relationship between the price of a bond and its yield. The price and yield relationship expressed through bond price volatility. Let me know. An increase or decrease in the required yield on a bond will result in a decrease or increase in the bond price. Bond yield increase ചെയ്യുമ്പോൾ corresponding ആയിട്ട് എന്താണ് bond price decrease ചെയ്യുകയും bond yield decrease ചെയ്യുമ്പോൾ corresponding ആയിട്ട് bond price increase ചെയ്യുകയും ചെയ്യും. So simply we can say there is an inverse relationship between price and yield. പ്രൈസും ഈൽഡും ഇൻവേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈൽഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോണ്ട് പ്രൈസ് ഡിക്രീസ് ചെയ്തിരിക്കും. ഈ ഒരു ഗ്രാഫിലൂടെ നമുക്കത് എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെയാണ് ഹൗ ദിസ് റിലേഷൻഷിപ്പ് എക്സ്പ്രസ് നമുക്ക് നോക്കാം. സപ്പോസ് ദ ഫേസ് വാല്യൂ ഓഫ് എ ബോണ്ട് ഈസ് ₹100, ദ മാർക്കറ്റ് പ്രൈസ് ₹100 ആൻഡ് ദ കൂപ്പൺ ഈസ് ₹9. ഈ ഒരു സിറ്റുവേഷനിൽ the yield of that bond is annual interest divided by current market price. So 9 divided by 100 into 100 is equal to 9%. Yield എത്രയായിരിക്കും 9% ആയിരിക്കും. So the next case, the market price ₹90 and the coupon ₹9. In this situation, the yield become 9 divided by 90 into 100 is equal to 10%. നോക്കാം, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ മാർക്കറ്റ് പ്രൈസ് 100 ആയിരുന്നപ്പോൾ yield എന്ന് പറയുന്നത് 9% ആയിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസ് എന്താണ്, മാർക്കറ്റ് പ്രൈസ് 90 ആയപ്പോൾ 100 നിന്ന് മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞപ്പോൾ yield എന്ന് പറയുന്നത് എത്രയായി 10% ആയി. അതായത് മാർക്കറ്റ് പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചത്, ഈൽഡ് ഇൻക്രീസസ്. എന്താണ് ഈൽഡ് എന്ത് സംഭവിച്ചു, ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ദിസ് റിലേഷൻഷിപ്പ് ഈസ് നോൺ ആസ് ബോണ്ട് പ്രൈസ് വൊളാറ്റിലിറ്റി. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ബോണ്ട് പ്രൈസിംഗ് തിയറം. At the time of issue of bond, its coupon rate generally be equal to prevailing market interest rate. നോർമലി ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ബോണ്ടിൻ്റെ കൂപ്പൺ റേറ്റ് എന്ന് പറയുന്ന കറസ്പോണ്ടിങ് പർട്ടിക്കുലർ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് അറൗണ്ട് ഈക്വൽ ആയിരിക്കും. ആഫ്റ്റർ ദാറ്റ് ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് മേ ചേഞ്ച് അപ്വേർഡ് ഓർ ഡൗൺവേർഡ്. അതിനുശേഷം എന്താ ബോണ്ട് പ്രൈസ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. എന്താണ് ബോണ്ടിൻ്റെ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്തായി മാറും, ഒന്നുകിൽ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ഇഫ് ദ കറൻറ്റ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് റൈസസ് above the coupon rate, the bond provide lower return and become less attractive and vice versa. നോക്കുക, കറണ്ട് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി ബോണ്ട് പ്രൈസ് എന്തായിരിക്കും, ഡിക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് എന്താ ബോണ്ടിൻ്റെ ഡിമാൻഡ് എന്തായാലും കുറയുകയും അത് ലെസ് അട്രാക്റ്റീവായി മാറുകയും ചെയ്യും. ഓക്കെ, in the case of long maturity bond, a change in market interest rate result in relatively large price changes compared to short maturity period. ബോണ്ട് എന്ന് പറയുന്ന ലോങ് ടൈം ബോണ്ട്സ് ഉണ്ടാവാം, ഷോർട്ട് ടൈം ബോണ്ട്സ് ഉണ്ടാവാം. ലോങ് ടൈം ബോണ്ടിൻ്റെ വൊളാറ്റിലിറ്റിയും ഷോർട്ട് ടൈം ബോണ്ടിൻ്റെ വൊളാറ്റിലിറ്റി എന്താണ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ആ വൊളാറ്റിലിറ്റി, ആ വേരിയേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം 10 വർഷത്തേക്കുള്ള ഒരു ബോണ്ടിൻ്റെ വൊളാറ്റിലിറ്റി, പ്രൈസിൻ്റെ വൊളാറ്റിലിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ബൈ കമ്പയർ ടു ഷോർട്ട് മെച്യൂരിറ്റി ബോണ്ട്സ്. 10 വർഷം കൊണ്ട് എന്താണ് മാർക്കറ്റിലുണ്ടാകുന്ന എല്ലാ വേരിയേഷനും എന്തിനെ ബാധിക്കും, ബോണ്ടിൻ്റെ പ്രൈസിനെ അഫക്റ്റ് ചെയ്യും. സോ വൊളാറ്റിലിറ്റി എന്ന് പറയുന്ന ഹയർ പെർസെൻറ്റേജിലായിരിക്കും. അറ്റ് ദ സെയിം ടൈം ദ വൊളാറ്റിലിറ്റി ഓഫ് ഷോർട്ട് മെച്യൂരിറ്റി ബോണ്ട് ഈസ് ലെസർ ദാൻ ഓർ ലോവർ ദാൻ ദി ഹയർ ഓർ ലോങ് ടൈം മെച്യൂരിറ്റി ബോണ്ട്സ്. ഓക്കെ, സോ മെച്യൂരിറ്റിക്ക് അനുസരിച്ച് ബോണ്ടിൻ്റെ പ്രൈസും വേരി ചെയ്തിരിക്കും. മെച്യൂരിറ്റി കൂടുന്നതനുസരിച്ച് എന്താണ് ബോണ്ടിൻ്റെ വൊളാറ്റിലിറ്റിയും കൂടുതലായിരിക്കും. ദർ ഇസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബോണ്ട് പ്രൈസ് ഓർ ദ വൊളാറ്റിലിറ്റി ആൻഡ് ടേം ടു മെച്യൂരിറ്റി. ഓക്കെ, ദെൻ
The relationship between bond price and change in market interest rate has been stated by Burton G. Malkiel in the form of 5 general principles. So, there is a relationship between the price of a bond or bond price and market interest rate. This relationship expressed through a 5 general principles by Burton G. Malkiel. These are known as bond pricing theorems. ഈ 5 ജനറൽ പ്രിൻസിപ്പിൾസിനെയാണ് എന്ത് ബോണ്ട് പ്രൈസിങ് തിയറമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ദ പ്രിൻസിപ്പിൾസ് ആർ, ദ ഫസ്റ്റ് വൺ ഈസ് ബോണ്ട് പ്രൈസ് വിൽ മൂവ് ഇൻവേഴ്സ്ലി ടു മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ്. മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിന് ചേഞ്ചിനനുസരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് മൂവ് ചെയ്യുക, ബോണ്ടിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുക. ദാറ്റ് മീൻസ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ ബോണ്ട് പ്രൈസ് ഡിക്രീസ് ചെയ്യും, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ ബോണ്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യും. Okay, then second one, the bond price volatility is directly related to the term to maturity. We already said that there is a direct relation between the bond price volatility and term to maturity. Term to maturity അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് കൂടുന്നതിനനുസരിച്ച് വൊളാറ്റിലിറ്റിയും എന്താണ് കൂടുതലായിരിക്കും. Which means for a given change in the level of market interest rate, change in bond prices are greater for a long term maturity. Long term maturity inde volatility എന്ന് പറയുന്നത് is greater, is കൂടുതലായിരിക്കും. Then the third one, a bond sensitivity to change in the market interest rate increases at a diminishing rate as the time remaining until its maturity increases. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മെച്യൂരിറ്റിക്ക് അനുസരിച്ച് ബോണ്ട് പ്രൈസ് വോളറ്റൈൽ ആണ്. എന്താ ദർസ് എ ഡയറക്റ്റ് റിലേഷൻ ആണെന്ന് പറഞ്ഞു. അതായത് സെൻസിറ്റീവ് ആണ് ബോണ്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ച് ബോണ്ടിന് വൊളാറ്റിലിറ്റിയും എന്താണ് കൂടിക്കൊണ്ടേയിരിക്കും. മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ചേഞ്ചിനനുസരിച്ച് ബോണ്ടിൻ്റെ പ്രൈസിൻ്റെ വൊളാറ്റിലിറ്റിയും എന്താണ് കൂടിക്കൊണ്ടിരിക്കും. ബട്ട് ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇൻക്രീസസ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. അതായത് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ച് ബോണ്ടിൻ്റെ വൊളാറ്റിലിറ്റി അല്ലെങ്കിൽ ബോണ്ടിൻ്റെ പ്രൈസ് മാറിക്കൊണ്ടേയിരിക്കും. ആ മാറ്റം എന്ന് പറയുന്നത് ഇൻക്രീസസ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. അപ്പോൾ എന്താണ്, അപ്പം ആദ്യത്തെ ഒരു 1% മാർക്കറ്റ് റേറ്റിൽ ഇൻക്രീസ് ചെയ്തപ്പോൾ ആദ്യം ഫസ്റ്റ് എന്താണ് 1% പ്രൈസിലും എന്താണ് മാറ്റം ഉണ്ടായെന്ന് അസ്യൂം ചെയ്യുക. ദെൻ നെക്സ്റ്റ് കേസ് 1% മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിലെ ഇഫക്റ്റ് 1% തന്നെ എന്താണ് ബോണ്ടിൻ്റെ പ്രൈസിലും ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല. 1%നേക്കാളും താഴെയായിരിക്കും എന്താണ് ബോണ്ടിൻ്റെ പ്രൈസിൽ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുക. ഇൻക്രീസസ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്, ചേഞ്ച് കൂടിക്കൂടി വരുന്നുണ്ട്, പക്ഷേ അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. ഓക്കെ, then the fourth one, the price changes resulting from equal absolute increase in market interest rate are not symmetrical. സോ നമ്മൾ പറഞ്ഞു പ്രൈസ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ച് പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ഇൻട്രസ്റ്റ് കൂടുമ്പോഴും കുറയുമ്പോഴും പ്രൈസ് കുറയുകയും കൂടുകയും ചെയ്യുന്നു. ആ ഇഫക്റ്റ് എന്ന് പറയുന്നത് സിമെട്രിക് അല്ല എന്നാണ് പറയുന്നത്. നോക്കാം, ഇപ്പോൾ സിറ്റുവേഷനാണ്, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണ്, പ്രൈസ് ബോണ്ടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ₹100 ഈ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് 10 നിന്ന് എന്തൊക്കെയാവാം, ഒന്നെങ്കിൽ കൂടാം അല്ലെങ്കിൽ കുറയാം. ഇഫ് ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്ലൈൻസ് ടു 9%, ദ പ്രൈസ് വിൽ ഇൻക്രീസസ് ടു 110. ഓക്കെ, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യാം. അപ്പോൾ ഇഫ് ദ ഫസ്റ്റ് കേസ് എന്താണ്, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ സിറ്റുവേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ദ ബോണ്ട് പ്രൈസ് വിൽ ഇൻക്രീസ്. എത്ര രൂപയാണ് ഇവിടെ ഇൻക്രീസ് ചെയ്തത്? ₹10 ഈസ് ദ ഇൻക്രീസിങ് റേറ്റ്. ഓക്കെ, 10 രൂപയാണ് എന്താ ബോണ്ടിൻ്റെ പ്രൈസിൽ ഇൻക്രീസ് ഉണ്ടാക്കിയാൽ പറ്റിയത്. ദെൻ അറ്റ് ദ സെയിം ടൈം ഇഫ് ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസസ് ടു 11%, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ് 10 നിന്ന് 11% ഇൻക്രീസ് സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കലി ദ പ്രൈസ് വിൽ ഡിക്രീസ്, ദ ബോണ്ട് പ്രൈസ് വിൽ ഡിക്രീസസ്. എത്ര? ₹95. ഇവിടെ എത്ര ഇഫക്റ്റ് ഉണ്ടായിട്ടുള്ളൂ? ₹5 ആണ് ആ ഇഫക്റ്റിംഗ് റേറ്റ് എന്ന് പറയുന്നത്. സോ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്രീസ് ചെയ്തപ്പോൾ പ്രൈസ് 10 രൂപയാണ് കൂടുന്നത്. ഓക്കെ, എന്നാൽ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ പ്രൈസ് എന്താണ് 10 രൂപ ഇവിടെ കുറഞ്ഞിട്ടില്ല, 5 രൂപയെ കുറവ് വന്നിട്ടുള്ളൂ ബോണ്ടിൻ്റെ പ്രൈസിന്. സോ എ ഡിക്രീസ് ഇൻ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കോസസ് എ പ്രൈസ് റൈസ് ദാറ്റ് ഈസ് ലാർജർ ദാൻ ദ പ്രൈസ് ഡിക്ലൈൻ വെൻ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസസ്. ഈ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ
പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന ഈ ഇഫക്റ്റ് എന്ന് പറഞ്ഞത് പ്രൈസ് ഡിക്രീസ് ചെയ്യുന്ന ഈ ഇഫക്റ്റിനേക്കാളും കൂടിയ തോതിലായിരിക്കും. ഓക്കെ, ഇതാണ് ഫോർത്ത് പ്രിൻസിപ്പിൾ പറയുന്നത്. നോക്കാം. ഫോർ എ ഗിവൺ മെച്യൂരിറ്റി എ ഡിക്രീസ് ഇൻ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കോസസ് എ പ്രൈസ് റൈസ് ദാറ്റ് ഈസ് ലാർജർ ദാൻ ദ പ്രൈസ് ഡിക്ലൈൻ that result from an equal increase in market interest rate. Okay, then the fifth general principle is the bond price volatility is related to the coupon rate. ബോണ്ടിൻ്റെ വൊളാറ്റിലിറ്റി എന്ന് പറയുന്നത് എന്തിനെ അഫക്റ്റ് ചെയ്തിരിക്കും? കൂപ്പൺ റേറ്റിനെ അഫക്റ്റ് ചെയ്തിരിക്കും. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ബോണ്ട് പ്രൈസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ബി സ്മോളർ ഇഫ് ദ കൂപ്പൺ റേറ്റ് ഈസ് ഹയർ. എന്താണ്? മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ചില ബോണ്ടുകളെ അഫക്റ്റ് ചെയ്യുള്ളൂ. എങ്ങനെയുള്ള ബോണ്ടുകളെ? ബോണ്ടിൻ്റെ കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് ഹയർ ആണെങ്കിൽ. ഓക്കെ, അപ്പം നിലവിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്താണ് മാക്സിമം വരാവുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഒരു ബോണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സോ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ വേരിയേഷൻ അത്രത്തോളം ഇന്ന് അങ്ങനെയുള്ള ബോണ്ടുകളെ അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, so the bond price volatility is related to the coupon rate. So these are the 5 principles that is known as bond pricing theorems. Okay, thank you.